അടിമാലി മിനി ഫയർ സ്റ്റേഷനാക്കി ഉയർത്തണമെന്ന ആവശ്യവുമായി പൊതുപ്രവർത്തകർ. അടിമാലി ഉൾപ്പെടെ 5 പഞ്ചായത്തുകളിൽ പൂർണ്ണമായും 3 പഞ്ചായത്തുകളിൽ ഭാഗികമായും അടിമാലി മിനി ഫയർ സ്റ്റേഷന്റെ സേവനം എത്തുന്നുണ്ട്. നിലവിലുള്ള ജീവനക്കാർക്ക് അമിത ജോലിഭാരമാണ് ഇപ്പോഴുള്ളത്. മിനി ഫയർ സ്റ്റേഷനായി ഉയർത്തിയാൽ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഉൾപ്പെടെ 23ഓളം ജീവനക്കാരാണ് അടിമാലി മിനി ഫയർ സ്റ്റേഷനിലുള്ളത്. അടിമാലി, വെള്ളത്തൂവൽ, മാങ്കുളം, കൊന്നത്തടി, രാജാക്കാട് പഞ്ചായത്തുകളിൽ പൂർണ്ണമായും, വൈസൻവാലി, സേനാപതി, രാജകുമാരി പഞ്ചായത്തുകളിൽ ഭാഗികമായും അടിമാലി മിനി ഫയർ സ്റ്റേഷൻ യൂണിറ്റ് സേവനം ലഭ്യമാക്കേണ്ടതായുണ്ട്. ഈ പരിധിക്കുള്ളിൽ നടത്തേണ്ട ഇടപെടലുകളും സേവനങ്ങളും പലപ്പോഴും നിലവിലുള്ള ജീവനക്കാർക്ക് അമിത ജോലിഭാരം നൽകുന്നു. ഈ സാഹചര്യത്തിലാണ് അടിമാലി മിനി ഫയർ സ്റ്റേഷനാക്കി ഉയർത്തണമെന്ന ആവശ്യമുയരുന്നത്. അത്രയും ഏതാണ്ട് വളരെ ചുരുക്കം ആളുകളെ, സ്റ്റാഫിനെ മാത്രമാണ് അവിടെ നിയമിച്ചത് ആദ്യകാലത്ത്. അതിനുശേഷം കുറച്ചു പേരെ കൂടെ നിയമിച്ചു. എങ്കിൽ പോലും അവർക്ക് വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം 5 പഞ്ചായത്തുകളിലേക്ക് ഓടുന്നതിന് വേണ്ടി 10-20 സ്റ്റാഫിനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഏതാണ്ട് 40ഓളം സ്റ്റാഫുകളെ നിയമിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ട്. മിനി ഫയർ സ്റ്റേഷനായി ഉയർത്തിയാൽ 40-നടുത്തേക്ക് ജീവനക്കാരുടെ എണ്ണം ഉയരും. ഇത് നിലവിലുള്ള ജീവനക്കാരുടെ ജോലിഭാരം കുറയ്ക്കാൻ സഹായിക്കും. രാജാക്കാട്, നേര്യമംഗലം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പുതിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മുൻപ് പ്രഖ്യാപനം വന്നിരുന്നു. ഈ 2 യൂണിറ്റുകൾ കൂടി യാഥാർത്ഥ്യമാക്കിയാൽ അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റിന്റെ ദൂരപരിധി കുറയ്ക്കാനാകുമെന്നും അഭിപ്രായമുണ്ട്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, ഇടുക്കി.